അപ്സരയും ശരണ്യയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ ശ്രീധുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വന്ന അന്നു മുതൽ ശരണ്യയും ശ്രീധുവും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഒരു സിസ്റ്ററിനെ പോലെയാണ് എന്ന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ശരണ്യയുടെ മനസ്സിൽ ശ്രീധുവിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ശ്രീധു തന്നിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് ഒരു കാരണം, ശ്രീധു അർജുനുമായി അടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കാരണം, ശ്രീധു അതുപോലെ തന്നെ നോറയുമായി അടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കാരണം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ശ്രീധു തന്നിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ ശ്രീധു ഇപ്പൊ കൈവിട്ടു പോയി, വേറൊരു ശ്രീധുവായിട്ട് മാറി എന്നാണ് ശരണ്യ അപ്സരയുടെ അടുത്തിരുന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർജുനുമായിട്ട് അടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രീധു ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ശരണ്യ പറയുന്നത്. അത് മനസ്സിലാക്കിയ അന്ന് തന്നെ ശ്രീധുവിനെ ഉപദേശിച്ചു എന്നാണ് ശരണ്യ പറയുന്നത്. ഞാൻ ഉപദേശിച്ചു, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുന്നത് കൊള്ളാം, പക്ഷെ അതിൽ കൂടുതൽ ഇവിടെ അടുപ്പം കാണിച്ചിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം അവർ ഒന്നിക്കാതെ ഇരുന്നാൽ പ്രേക്ഷകർ അത് മോശമായി തന്നെ കാണും. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫിനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ അവളെ ഒരുപാട് ഉപദേശിച്ചു. പക്ഷെ എന്നിട്ടും ശ്രീധു അർജുന്റെ പുറകെ പോയി എന്നാണ് അവിടെ ശരണ്യ പറയുന്നത്. അർജുനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകുന്നത് ഓക്കെ തന്നെ, പക്ഷെ അർജുൻ നോറയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അവർ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ശ്രീധുവിനെ അത് സഹിക്കാൻ പറ്റാതായപ്പോൾ നോറയുമായി കൂടുതൽ അടുക്കാനായിട്ട് ശ്രീധു ശ്രമിച്ചെന്നും നോറയുമായി അടുക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ അർജുനുമായി കൂടുതൽ ക്ലോസ് ആയി. ഇനി അവർക്കുള്ളത് അവർ തന്നെ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ, ഞാനിനി അതിൻ്റെ ഇടയിലേക്ക് പോകുന്നില്ല, ശ്രീധുവിനെ ഞാനിനി കൂടുതൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അവിടെ ശരണ്യ പറയുന്നത്. എന്തായാലും അർജുനും ശ്രീധുവും തമ്മിലുള്ള ആ ഒരു ക്ലോസ് ആയിട്ട് ഒരു അടുപ്പം വന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ നേരം ഇരുന്ന് സംസാരിക്കുന്നത് ശരണ്യയുടെ മനസ്സിൽ ഒരു കരടായി മാറിയിരിക്കുകയാണ് ശ്രീധുവിന് എതിരെ. ശ്രീധു തന്നിൽ നിന്ന് അകന്നു പോയി എന്നൊരു തോന്നലാണ് ഇപ്പോൾ ശരണ്യയുടെ മനസ്സിലുള്ളത്. ശ്രീധുവിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് അപ്സരയുടെ അടുത്തിരുന്ന് ശരണ്യ പറയുന്നത്.